ഹായ് നമസ്കാരം, ഏവർക്കും ബലിപെരുന്നാൾ ആശംസകൾ. ഇപ്പോൾ സൗദിയിലൊക്കെയുള്ള നമ്മൾ നാളെ ബലിപെരുന്നാൾ ആഘോഷിക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ നമ്മുടെ ട്രിപ്പുകൾ നമ്മൾ പ്ലാൻ ചെയ്തിട്ടുണ്ടാവും, അല്ലെങ്കിൽ നമ്മൾ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പോൾ നാളെ നമ്മൾ എവിടേക്ക് പോകും, അല്ലെങ്കിൽ നമ്മൾ എന്ത് ഭക്ഷണം കഴിക്കും, ഏത് ഹോട്ടലിൽ നിന്ന് കഴിക്കും, എന്തുണ്ടാക്കും എന്നുള്ളതൊക്കെ. അപ്പോൾ വളരെ സന്തോഷത്തിൻ്റെതായ ഒരു സമയത്താണ് നാം നിലകൊള്ളുന്നത്. അപ്പോൾ ഈ സമയത്തും സന്തോഷിക്കാൻ വകയില്ലാത്ത ഒരു ജനത നമ്മോടൊപ്പമുണ്ട്. അതാരുമല്ല, നമ്മുടെ ഗസക്കാർ. വംശീയ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി എല്ലാ പടക്കോപ്പുകളും കോപ്പ് കൂട്ടിക്കൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ പട്ടിണി കിട്ടി കൊല്ലാൻ വേണ്ടിയിട്ട്, ഒരു സമുദായത്തെ കൊല്ലാൻ വേണ്ടിയിട്ട് എല്ലാവിധ തന്ത്രങ്ങളും ആവിഷ്കരിക്കുന്ന ഇസ്രയേലും അമേരിക്കയും ഒരു ഭാഗത്തും, ഹമാസ് എന്ന സായുധ പോരാളികൾ, വലിയ പറയപ്പെട്ട മേന്മയുള്ള ആയുധങ്ങളൊന്നുമില്ലാത്ത പാവങ്ങൾ മറുഭാഗത്തും. 600 ദിവസം യുദ്ധം പിന്നിടുമ്പോൾ 53,000-ൽ പരം ആളുകൾ ഔദ്യോഗിക കണക്ക് പ്രകാരം, അനൗദ്യോഗികമായിട്ട് ചിലപ്പോൾ 1,00,000-ൽ പരമായിരിക്കാം, ഹമാസിന്റെ അല്ലെങ്കിൽ ഗസ നിവാസികളിൽ നിന്നും മരണപ്പെട്ടിട്ടുണ്ട്. ഒരു ട്രക്ക്, ഒരു സാമ്പത്തിക സഹായം, അല്ലെങ്കിൽ ഒരു വസ്ത്ര സഹായം, അല്ലെങ്കിൽ ഭക്ഷണ സഹായം ലഭിക്കുന്ന ഒരു ട്രക്കും കടത്തിവിടുന്നില്ല. മാത്രമല്ല, യുദ്ധം വെടിനിർത്തൽ ലാസ്റ്റ് സമയം നടത്തി അതിന് നേതൃത്വം കൊടുത്ത് കുറച്ച് ബന്ദികളെ മോചിപ്പിച്ചു എന്നല്ലാതെ അതിൽ പറഞ്ഞ ഒന്നും പാലിക്കാതിരുന്ന നമ്മൾ ഇസ്രായേലിന്റെ നടപടി, നമുക്കറിയാം ആരാണ് ആ വെടിനിർത്തലിനെ ചതിച്ചത്, അല്ലെങ്കിൽ ആ വെടിനിർത്തലിന്റെ അസാധുവാക്കിയത് എന്നൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാം. മാത്രമല്ല, ലോകരാജ്യങ്ങളെന്നല്ലേ വെടിനിർത്തലിന് വേണ്ടി യു എന്നിൽ ഒരു പ്രമേയം കൊണ്ടുവന്നപ്പോൾ അതിനെ നമ്മുടെ അമേരിക്ക അതിനെ വീറ്റോ ചെയ്യുന്ന ഒരു പരാജയപ്പെടുത്തുന്ന നിസ്സഹായതയും നാം നോക്കി കാണേണ്ടി വന്നു. അപ്പോൾ ഈ അവസരത്തിൽ നമുക്ക് സന്തോഷിക്കുമ്പോൾ, മറുഭാഗത്ത് നമ്മുടെ സഹോദരങ്ങൾ അല്ലെങ്കിൽ ഗസ നിവാസികൾ ഒരു സന്തോഷവുമില്ലാതെ, കഴിക്കാൻ ഭക്ഷണമില്ലാതെ, കുടിക്കാൻ വെള്ളമില്ലാതെ, വസ്ത്രമില്ലാതെ പാടുപെടുന്ന, ലോകത്തിൻ്റെ മുന്നിൽ ഒറ്റപ്പെട്ട, ഇടനാഴിയിൽ ഒറ്റപ്പെട്ട, ഒരു സഹായവും പുറമേ നിന്ന് ലഭിക്കാത്ത. കാരണം എന്ത് സഹായം കിട്ടണമെങ്കിലും ഇസ്രായേലിന്റെ സഹായമില്ലാതെ, അനുമതിയില്ലാതെ ഗേറ്റ് കടക്കാൻ പറ്റില്ലല്ലോ. ഒറ്റപ്പെട്ട ആ നിവാസികൾക്ക് വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ലോകരാജ്യങ്ങൾ കണ്ണു തുറന്ന്, ലോക പോലീസ് ചമയുന്ന അമേരിക്കയും കണ്ണു തുറന്ന് എന്തെങ്കിലും നടപടിയെടുക്കുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. എല്ലാവർക്കും ബലിപെരുന്നാൾ ആശംസകൾ.